ഹല്ലേലൂയ. സ്തോത്രം. കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും കർത്താവിൻ്റെ ദാസനെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമുക്ക് കേൾക്കേണ്ടതായിട്ട് സഭാപ്രസംഗി 11:1, എക്ലേഷ്യൻസ് 11:1. അതിലിപ്രകാരം എഴുതിയിരിക്കുന്നു: നിൻ്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറെ നാൾ കഴിഞ്ഞ് നിനക്ക് അത് തിരികെ കിട്ടും. ഹല്ലേലൂയ. നിൻ്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറെ നാൾ കഴിഞ്ഞ് നിനക്ക് തിരിച്ചു കിട്ടും. ഹല്ലേലൂയ. ഇവിടെ അപ്പം എന്നത് സാധാരണ അപ്പം ഉണ്ടാക്കുന്നത് ഹല്ലേലൂയ ധാന്യങ്ങൾ പൊടിച്ചോ അല്ലെങ്കിൽ അത് അരച്ചോ ആണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അപ്പം എന്നത് ധാന്യത്തെ കുറിക്കുന്നു. വെള്ളത്തിന്മേൽ എറിയുക എന്നത് വിതയ്ക്കുന്നതിനെ കുറിക്കുന്നു. അപ്പോൾ ധാന്യം വിതയ്ക്കുന്നതിനെ കുറിച്ചാണ് അപ്പം വെള്ളത്തിൽ എറിയുക എന്ന് പറഞ്ഞാൽ നമ്മളത് മനസ്സിലാക്കേണ്ടത്. ഹല്ലേലൂയ. ഇതിനകത്ത് ആഴമേറിയ സത്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അത് മനസ്സിലാക്കിയ ശലോമോൻ ഹല്ലേലൂയ ഈ വചനത്തെ തൻ്റെ സഭാപ്രസംഗിയിൽ ഉൾപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ശലോമോനെ കുറിച്ച് പറയുമ്പോൾ ശലോമോൻ അത് 1 രാജാക്കന്മാർ 3:12 പറഞ്ഞിട്ടുണ്ട്. 1 രാജാക്കന്മാർ 3:12. ശലോമോൻ ജ്ഞാനി ആണ്. ശലോമോൻ വളരെ ജ്ഞാനിയാണ്. ശലോമോനെ പോലൊരു ജ്ഞാനം ആർക്കും ഉണ്ടായിട്ടില്ല. ശലോമോനെ പോലൊരു ജ്ഞാനം ഇനി ആർക്കും ഉണ്ടാകാനും പോകുന്നില്ല. അത്ര ജ്ഞാനിയായ ശലോമോൻ ഹല്ലേലൂയ തൻ്റെ വചനത്തിലൂടെ ഹല്ലേലൂയ എഴുതിയിരിക്കുന്നതായ ഈ ഉപമ, ഇതൊരു ഉപമയാണ്. ഈ ഉപമ ദൈവം ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന ദൃഷ്ടാന്തങ്ങളിലൂടെ ഈ ഉപമ നമുക്ക് വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ശലോമോൻ എന്ന് എഴുതിയിരിക്കുന്നതായ ഒരു വാക്യമാത്, അതിൻ്റെ പ്രസക്തി പ്രാധാന്യം ഇന്നും തീർന്നില്ല, ഇനിയും തീരുകയുമില്ല. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നാം കേൾക്കുന്ന എലോൺ മസ്ക് തൻ്റെ കണ്ടുപിടിച്ചിരിക്കുന്ന സൂപ്പർ കമ്പ്യൂട്ടറിലൂടെ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുവാൻ കഴിയും. ഇനി മനുഷ്യൻ്റെ പ്രയത്നമോ മനുഷ്യൻ്റെ ബുദ്ധിയോ ആവശ്യമില്ല. നിർമ്മിതമായ ബുദ്ധിയിലൂടെ സകല കാര്യങ്ങളും നടത്താൻ കഴിയുമെന്ന അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തത്തിലൂടെ ഇനി മനുഷ്യൻ്റെ തലമുറ തന്നെ ആവശ്യമില്ല എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ നമ്മൾ കേൾക്കുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. എന്നാലും എത്ര ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണെങ്കിലും എത്ര ബുദ്ധിയുള്ളൊരു മനുഷ്യനാണെങ്കിലും ശലോമോനേക്കാൾ വലിയ ബുദ്ധി ഉണ്ടാകുവാൻ പോകുന്നില്ല. ദൈവം പറഞ്ഞിരിക്കുന്നൊരു വാക്കാണ്, അതിനൊരു മാറ്റം വരുവാൻ പോകുന്നുമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പത്തെ വെള്ളത്തിൽ എറിയുക ഉള്ള ഈ ഉപമ പഴയ കാലത്ത് കൃഷിക്കാർ നടത്തിയിരുന്ന ഒരു കൃഷി രീതിയിൽ നിന്നും എടുത്തതാണ് എന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അതായത് മോശയുടെ കാലത്തും പ്രാചീന മിസ്രൈമിലൊക്കെയും ഹല്ലേലൂയ അവർ കൃഷി ചെയ്തിരുന്നത് നൈൽ നദിയെ ഡിപ്പെൻഡ് ചെയ്താണ്. നൈൽ നദി അത് വർഷം തോറും കര കവിഞ്ഞൊഴുകും. അതിൻ്റെ 2 വശത്തേക്കുമുള്ള വയലുകളിലേക്ക് ഈ നദിയിലെ ജലം ഒഴുകും. ഈ ജലത്തിൽ ഒരുപാട് ഡെൽറ്റ, ഒരുപാട് വള അംശങ്ങൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഈ വയൽ പ്രദേശങ്ങൾക്ക്, ആ നദിയുടെ ഇരുവശത്തുമുള്ള വയൽ പ്രദേശങ്ങളിലേക്ക് ഈ വെള്ളം കവിഞ്ഞൊഴുകി കുറച്ച് കഴിയുമ്പോൾ ആ വെള്ളം ഇറങ്ങുവാൻ തുടങ്ങും. ഏകദേശമൊക്കെ ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും ഈ കർഷകർ അവർ ചെറിയ തോണികളിൽ അവരുടേതായ ധാന്യങ്ങളുമായി പോയിട്ട് അവരുടെ അതിർത്തികളിൽ, അവരുടെ വയലുകളിൽ അവർ ധാന്യത്തെ വെതറും, ഈ വെള്ളത്തിൻ്റെ മേൽ വെതറും. ഹല്ലേലൂയ. അത് കുറച്ച് കഴിയുമ്പോൾ ഈ വെള്ളം കംപ്ലീറ്റ് വറ്റി നല്ല എക്കൽ കൊണ്ട് നിറഞ്ഞിരിക്കും. ഈ എക്കലിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്ന ഈ വിത്തുകൾ ഏതാനും മാസങ്ങൾക്കകം വളർന്ന് സമൃദ്ധമായ ഫലങ്ങൾ തരുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ഒരു പറച്ചിൽ അവിടെ നടന്നിരുന്നു: നിങ്ങളുടെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറെ നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ ഈ എറിഞ്ഞിരിക്കുന്ന വിത്തുകൾ മുളച്ച് വളരെ സമൃദ്ധിയോടെ ലഭിക്കുവാൻ ഇടയായിത്തീരും എന്നുള്ളതാണ് ആ ഉപമയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു. ഒരുപക്ഷെ ഇത് ശലോമോനോട് ആരെങ്കിലും, ശലോമോൻ്റെ കൊട്ടാരത്തിലെ ഭൃത്യന്മാരാരെങ്കിലുമോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലോ ശലോമോനോട് പറഞ്ഞ് കാണണം ഇത് പഴയ കാലത്ത് ഇങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നുവെന്ന്. അങ്ങനെ അതറിഞ്ഞപ്പോൾ ശലോമോൻ ചിന്തിച്ച് കാണണം, ഹല്ലേലൂയ, ഇതിനകത്ത് വലിയ ആത്മീയ സത്യങ്ങൾ അടങ്ങിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ശലോമോൻ ഇത് തൻ്റെ സഭാപ്രസംഗയിൽ
ഇപ്രകാരം അത് എഴുതി വയ്ക്കുവാൻ ഇടയായി തീർന്നു. നിന്റെ അപ്പത്തെ വെള്ളത്തിൽ എറിയുക, ഏറെ നാൾ കഴിഞ്ഞ് നിനക്ക് അത് തിരിച്ച് ലഭിക്കും എന്ന്. ഹല്ലേലൂയ. എന്നാൽ ഇത് കർത്താവ് ദൈവം ഇത് മുന്നമേ കണ്ട കാര്യമായി. ഈ പ്രാചീന കാലത്തെ കൃഷി സമ്പ്രദായത്തിനേക്കാളൊക്കെ മുന്നമേ ദൈവം കണ്ട ഒരു കാര്യം തന്നെയാണ് ഇത്. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറെ നാൾ കഴിയുമ്പോൾ നിനക്ക് തിരിച്ചു കിട്ടുമെന്ന്. നമുക്കതിനൊരു ഉദാഹരണമായിട്ട് ചിന്തിക്കാം. ആവർത്തന പുസ്തകം അതിൻ്റെ 15-ന്റെ 12-14 വാക്യങ്ങളൊന്ന് വായിക്കാമല്ലോ. ഡ്യൂട്രോണമി 15-ന്റെ 12-14. നിന്റെ സഹോദരനായ ഒരു എബ്രായ പുരുഷനോ എബ്രായ സ്ത്രീയോ നിനക്ക് തന്നെത്താൻ വിളിച്ചിട്ട് 6 സംവത്സരം നിന്നെ സേവിച്ചാൽ 7-ാം സംവത്സരത്തിൽ നീ അവനെ സ്വതന്ത്രനായി വിട്ടയക്കണം. അവനെ സ്വതന്ത്രനായി വിട്ടയക്കുമ്പോൾ അവനെ വെറും കൈയായിട്ട് അയക്കരുത്. ഹല്ലേലൂയ. ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്നത് 7 വർഷം കഴിഞ്ഞിട്ട് ഒരു ദാസനെ, നിന്റെ സഹോദരനായ ദാസനെ നീ വിട്ടയക്കുമ്പോൾ അവനെ നീ വെറും കൈയോടെ വിട്ടയക്കരുത്. നിന്റെ ആടുമാടുകളിൽ നിന്ന്, നിന്റെ വയൽ പ്രദേശങ്ങളിൽ നിന്ന്, മുന്തിരിച്ചക്കുകളിൽ നിന്ന് എല്ലാം അവന് സമൃദ്ധിയായി കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ഒരു ദാസൻ, അവന് തൻ്റെ സഹോദരനായ ദാസൻ, എബ്രായക്കാരനായ ഒരു ദാസൻ തന്നെയാണ്, അവന് ജീവിക്കാൻ ഒരു നിവൃത്തിയുമില്ല. അവന് വിശന്നിട്ട് വയ്യ. അവൻ വളരെ വിവശനായി. അവന് കിടക്കാൻ ഇടമോ ഭക്ഷിക്കാൻ ഭക്ഷണമോ ഉടുക്കാൻ വസ്ത്രമോ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ അവനായപ്പോൾ അവൻ പോയി വലിയ സമ്പന്നനായ ഒരു മനുഷ്യനെ ഡിപ്പെൻഡ് ചെയ്യുകയാണ്. അവിടെ പോയി പറയുകയാണ്, യജമാനെ, ഞാൻ നിൻ്റെ വീട്ടിൽ എല്ലാ വേലയും ചെയ്തോളാം, നീ പറയുന്നതെല്ലാം ഞാൻ കേട്ടോളാം, എനിക്ക് കയറി കിടക്കാൻ ഒരിടവും എനിക്ക് ഭക്ഷണവും വസ്ത്രവും നീ തന്നാൽ മതി, വേറൊന്നും വേണ്ട, ഞാൻ നിന്നെ സേവിച്ചോളാം എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ ഹല്ലേലൂയ ആ യജമാനൻ്റെ വീട്ടിൽ പോയി ആ യജമാനൻ്റെ വേലകളെല്ലാം ചെയ്ത് ജീവിക്കുക. ഹല്ലേലൂയ. സാധാരണഗതിയിൽ നമ്മൾ ഈ വചനത്തെ ചിന്തിക്കുമ്പോൾ ഇത് അടിമയെ സംബന്ധിച്ച ഒരു നിയമമാണ്. 7 വർഷം കഴിയുമ്പോൾ അവനെ സ്വതന്ത്രനാക്കണം, അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ആ അടിമയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നാം ചിന്തിക്കുകയാണ്. ഹല്ലേലൂയ. അടിമ അവൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്ന എന്തുവാ, ഞാൻ ഒന്നുമില്ലാത്തവനായിട്ട് ഞാനിവിടെ വേല ചെയ്യുവാണ്, എൻ്റെ ഭാവി എന്തായി തീരും. ഹല്ലേലൂയ. എന്ത് ഭാവി എന്തായി തീർന്നാലും വേണ്ടിയില്ല, ഞാൻ പറഞ്ഞ എൻ്റെ വാക്ക് പാലിച്ചുകൊണ്ട് എൻ്റെ യജമാനന് വേണ്ടിയിട്ട് ഞാൻ ഹല്ലേലൂയ ഞാനിവിടെ ആയിരിക്കുന്നിടത്തോളം കാലം ആത്മാർത്ഥതയോടെ യാതൊരു കള്ളത്തരവും കാണിക്കാതെ എൻ്റെ കഴിവിനൊത്തവണ്ണം ഞാൻ യജമാനന് വേണ്ടി സേവ ചെയ്യും. ഹല്ലേലൂയ. അങ്ങനെ ഒരു തീരുമാനത്തോടു കൂടി അവൻ സേവ ചെയ്യുകയാണ്. സേവ ചെയ്യുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടാകും. ഹല്ലേലൂയ. യജമാനന് കൊടുത്തിരിക്കുന്ന ഹൃദയവും ഈ ദാസന് കൊടുത്തിരിക്കുന്ന ഹൃദയം ഒന്ന് തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. യജമാനന് ഒരുപാട് ധനമുണ്ട്, ഈ ദാസന് ഒന്നുമില്ല. യജമാനൻ്റെ ബന്ധുക്കൾ, അവൻ്റെ മക്കൾ ഒക്കെയുണ്ട്, ആഘോഷങ്ങളുണ്ട്, അങ്ങനെ അതിനൊക്കെ പണമുണ്ട്, ധാന്യമുണ്ട്, വീടുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ ഇവനൊന്നുമില്ല. വ്യത്യാസം അതാണ്. പക്ഷേ ഹൃദയം ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ ദാസൻ ചിന്തിക്കുന്നത്, ഞാൻ എന്നാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ആയിത്തീരുന്നത്, എനിക്കും വേണ്ട സ്വതന്ത്രമായ ഒരു ജീവിതം, ഞാനൊരു എബ്രായനല്ലേ, എനിക്കും വേണ്ട ഒരു ജീവിതം എന്ന് അവൻ ചിന്തിക്കുമ്പോഴും അവൻ ചെയ്യുന്ന പ്രധാന കാര്യം, ഞാൻ എൻ്റെ യജമാനനെ വിശ്വസ്തയോടെ സേവിക്കും, വരുവാനുള്ള കാര്യം എൻ്റെ ദൈവം തീരുമാനിക്കും എന്ന് അവൻ ചിന്തിച്ച് ജീവിക്കുന്ന കാലഘട്ടത്തെ അവൻ്റെ അപ്പത്തെ അവൻ വെള്ളത്തിൽ എറിഞ്ഞു എന്നൊരു ദൃഷ്ടാന്തത്തിലൂടെ നമുക്കെടുക്കാം. ഹല്ലേലൂയ. അങ്ങനെ അവൻ്റെ അപ്പത്തെ വെള്ളത്തിൽ അവൻ എറിഞ്ഞ് ഏറിയ കാലം കഴിഞ്ഞപ്പോൾ അവനത് ലഭിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് ലഭിക്കുന്നത്? അവിടെ യജമാനനോട് ദൈവം കൽപ്പിച്ചിരിക്കുക. ഹല്ലേലൂയ. അവൻ 7-ാം വർഷം അവന് പോകണമെങ്കിൽ അവന് വളരെ സമൃദ്ധമായി നിൻ്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്നും, കഴുതയിൽ നിന്നും, കഴുതക്കൂട്ടത്തിൽ നിന്നും, ഒട്ടകക്കൂട്ടത്തിൽ നിന്നും എല്ലാം, നിൻ്റെ വയൽ പ്രദേശത്തു നിന്നും, നിൻ്റെ മുന്തിരിച്ചക്കിൽ നിന്നെല്ലാം നീ അവന് സമൃദ്ധമായി കൊടുക്കണം എന്ന് പറഞ്ഞാൽ, അത് ചുരുക്കി പറഞ്ഞാൽ അവന് ജീവിക്കുവാനുള്ള ഒരു 10 ഏക്കർ സ്ഥലവും, അവനൊരു വീടും, അവനാവശ്യമായ മൃഗവാഹനങ്ങളും, അവനാവശ്യമായ കൃഷി സാധനങ്ങളും എല്ലാം നീ കൊടുക്കണമെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ 7 വർഷം സേവിച്ച് കഴിയുമ്പോൾ അവൻ്റെ അപ്പത്തെ അവൻ വെള്ളത്തിലെറിഞ്ഞ് കാത്തിരിക്കുന്നത് പോലെ കാത്തിരിക്കുമ്പോൾ അവന് സമൃദ്ധമായ ഒന്ന് അവന് ലഭിക്കുവാനിടയായിത്തീരും. ദൈവം ഹല്ലേലൂയ ഈ ദൃഷ്ടാന്തം തൻ്റെ പുസ്തകത്തിൽ ഈ സലോമോൻ പറയുന്നതിനൊക്കെ എത്രയോ മുമ്പ് ഇത് എഴുതി വെച്ചിരിക്കുന്ന. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ മനുഷ്യ ജീവിതങ്ങളിൽ വരുവാനുള്ളൊരു ദൃഷ്ടാന്തത്തെക്കുറിച്ചാണ് അവിടെ ദൈവം പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ.
ഇനി ഓരോ മനുഷ്യൻ്റെയും എക്കണോമിക് ആയിട്ടുള്ള കാര്യത്തിൽ ദൈവത്തിന് കൺസേൺ ഉണ്ട് എന്ന് വേണം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാൻ. ഹാലേലുയ. ഒരു 2-3 മാസം മുമ്പ് മലയാള മനോരമയിൽ ഒരു സർവേ വന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഹാലേലു. അതിൽ നമ്മുടെ നാട്ടിൽ എക്കണോമിക്കിനെ കുറിച്ചുള്ള ഒരു സർവേയാണ്. അതിനകത്ത് എഴുതിയിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ സമ്പത്തിൻ്റെ 40% 1% മനുഷ്യരുടെ കയ്യിലായിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലെ സമ്പത്തിൻ്റെ 40% ഇന്ത്യയിലെ 1% ജനങ്ങളുടെ കയ്യിലായിരിക്കുന്നത്. ബാക്കി 99% മനുഷ്യരുണ്ട്. ഹാലേലുയ. അവർക്ക് ഉള്ളത് ബാക്കി 60%. ഹാലേലുയ. അപ്പോൾ ആ എക്കണോമി ഒരു ബാലൻസിലെത്തുന്നില്ല. അത് ദൈവത്തിൻ്റെ കൺസേൺ അല്ല അത്. ഹാലേലുയ. ദൈവത്തിന് എല്ലാവരോടും കൺസേൺ ഉണ്ട്. ആരും പട്ടിണി കിടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എല്ലാവരോടും ദൈവത്തിന് കൺസേൺ ഉണ്ട്. ഹാലേലുയ. അപ്പോൾ ഈ അടിമയായ മനുഷ്യന് തൻ്റെ അപ്പത്തെ വെള്ളത്തിലെറിഞ്ഞ് കാത്തിരുന്നപ്പോൾ അവന് അത് ഏറെ നാൾ കഴിഞ്ഞപ്പോൾ അവനത് സമൃദ്ധിയായിട്ട് തിരിച്ചു ലഭിക്കുവാൻ ഇടയായി തീർന്നു. ഹാലേലുയ. ഇനി ഇതേ ദൃഷ്ടാന്തം ഈ ശലോമോൻ പറഞ്ഞ ദൃഷ്ടാന്തം ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഹാലേലുയ നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. ഹാലേലുയ. വിവിധ ക്രിസ്തീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന അനേകം മനുഷ്യരുണ്ട്. ഉദാഹരണത്തിനായിട്ട് നമ്മുടെയൊക്കെയും ഈ ചർച്ചുകളിലൊക്കെയും സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട്. ഹാലേലുയ. ബൈബിൾ ക്ലാസ്സുകൾ സൗജന്യമായി പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകരുണ്ട്. ഇവരൊന്നും ഒരു പൈസയ്ക്ക് വേണ്ടി അല്ല അവർ ചെയ്യുന്നത്. ഹാലേലുയ. നമ്മുടെയൊക്കെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു പൈസയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ഹാലേലുയ. ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ സുവിശേഷ വില ചെയ്യുക എന്നുള്ള രീതിയിലാണ് അവരത് ചെയ്യുന്നത്. ഹാലേലുയ. കാര്യം നിസ്സാരമാണ്. 3-4 പിള്ളേരെ ഉള്ളായിരിക്കും. പക്ഷേ അവർ ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരാഴ്ചയിൽ മുഴുവൻ അവർ അധ്വാനിക്കുന്നുണ്ട്. അവരുടെ ഭവനത്തിൽ പോയിട്ട് അതിൻ്റെ ക്ലാസ് എങ്ങനെ അത് പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ പഠിപ്പിക്കണം തുടങ്ങിയ കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന സംശയങ്ങൾക്ക് ഉത്തരം പറയണം. അതിനവർ ഒരുപാട് പുസ്തകങ്ങളൊക്കെ റെഫർ ചെയ്യണം. അങ്ങനെ ഹാലേലുയ അവർ വളരെയധികം അധ്വാനിച്ചിട്ട് ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഹാലേലുയ. അവർക്ക് എന്താണ് പ്രതിഫലം കിട്ടുന്നത്? പലപ്പോഴും ഹാലേലുയ ബൈബിൾ ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന അധ്യാപകരൊക്കെയും അവർ മടുത്തു പോകും. എന്തിനാണ്, എന്താ പ്രയോജനം ഇതുകൊണ്ട്? ഈ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ ബൈബിൾ വചനം കേൾക്കുന്നവർക്ക് ഒരു നന്ദിയുണ്ടോ? ഒന്നുമില്ല. വെറുതെ പഠിപ്പിച്ചു അങ്ങനെ മനസ്സ് മടുക്കുക അവർ. ഹാലേലുയ. എന്നാലും ഹാലേലുയ അവരിൽ അത് വിശ്വാസത്തോടെ, അവരത് സന്തോഷത്തോടെ, ദൈവത്തിലുള്ള അർപ്പണത്തോടെ അവർ തൻ്റെ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അവരും അവരുടെ അപ്പത്തെ വെള്ളത്തിൽ എറിയുക. ഏറെ നാൾ കഴിയുമ്പോൾ അവർക്കത് തിരിച്ചു ലഭിക്കുവാൻ ഇടയായി തീരും. ഹാലേലുയ. പല കുഞ്ഞുങ്ങളും ഹാലേലുയ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെയും ഏറെ നാൾ കഴിയുമ്പോൾ അവർ ഉന്നത സ്ഥാനത്തൊക്കെ എത്തുമ്പോൾ ഈ പഠിപ്പിച്ച അധ്യാപകനെ വഴിയിൽ വെച്ച് കാണുമ്പോൾ മാഷേ നമസ്കാരം എന്ന് ഒരു ഒറ്റ വാക്ക് പറയുമ്പോൾ തന്നെ ആ പഠിപ്പിച്ച അധ്യാപകന് അതെല്ലാം തിരിച്ചു ലഭിക്കുവാൻ ഇടയായിത്തീരും. അല്ലെങ്കിൽ ബൈബിൾ വചനങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള അത് പഠിച്ചിട്ടുള്ള ഈ വിദ്യാർത്ഥികൾ അവരും വളർന്ന് നല്ല രീതിയിലൊക്കെ ജീവിക്കുന്ന കാണുമ്പോൾ അത് പഠിപ്പിച്ച അധ്യാപകന് ആ വെള്ളത്തിലെറിഞ്ഞ അപ്പം അത് ഏറെ നാൾ കഴിഞ്ഞ് തിരിച്ച് ലഭിച്ചതുപോലുള്ള ഒരു അനുഭവം അവരുടെ ജീവിതത്തിലും ഉണ്ടാവുക. ഹാലേലുയ. അതുപോലെ നമ്മൾ ഈ ദൃഷ്ടാന്തം അപ്പോസ്തലന്മാരുടെ പഴയകാല അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ഈ അപ്പോസ്തലന്മാരെ എന്തെല്ലാം കഷ്ടതകൾ സഹിച്ചാണ് അവർ സുവിശേഷം പ്രസംഗിക്കുവാൻ ഇടയായിത്തീർന്നത്. അവർ സുവിശേഷം പറയുമ്പോൾ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടോ? മറ്റുള്ളവർ ആരും കേൾക്കുകയില്ല. അത് തന്നെയല്ല, ഈ അപ്പോസ്തലന്മാരെ പുച്ഛിക്കുകയും അവരെ ഉപദ്രവിക്കുകയും അവരെ തല്ലുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അവർ ദീർഘക്ഷമയോടെ വിശ്വസ്തയോടെ തങ്ങളുടെ വേല ചെയ്തപ്പോൾ ഹാലേലുയ അവർക്ക് അത് ഏറെ നാൾ കഴിഞ്ഞപ്പോൾ തിരിച്ചു ലഭിക്കുവാൻ ഇടയായിത്തീർന്നു. ഈ അപ്പോസ്തലന്മാർ ഈ കഷ്ടതകൾ സഹിച്ച് യേശുവിനെ കുറിച്ച് ഈ ലോകം മുഴുവൻ സുവിശേഷിച്ചില്ലായിരുന്നു എങ്കിൽ ആ നല്ല വാർത്ത സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിന് എന്ന ഒരു നല്ല വാർത്ത ഈ ലോകത്ത് ഇന്നും ആരും അറിയാതെ ഇരിക്കുമായിരുന്നു. ഹാലേലുയ. ഇപ്പോൾ അപ്പോസ്തലന്മാർ സ്വർഗത്തിലിരുന്ന് കാണുന്നുണ്ട്. ഇന്ന് അനേക ജനങ്ങൾ ഞങ്ങളുടെ വാക്കുകൾ കേട്ടിട്ട് അവർ ഹാലേലുയ ഒരുപാട് രൂപാന്തരപ്പെട്ട് യേശുവിനെ കർത്താവായി സ്വീകരിച്ച് അനേകര് ഈ ലോകത്ത് ഉള്ളതായി കാണുമ്പോൾ അവർക്ക് എത്ര സന്തോഷമുണ്ടാകും. ഹാലേലുയ. അപ്പോൾ അവരന്ന് അനുഭവിച്ച
ആ കഷ്ടതകൾ മറന്നു പോകുവാനിടയായിത്തീരും. അവരും അവരുടെ അപ്പത്തെ വെള്ളത്തിൽ എറിയുക. അനേക ദൈവദാസന്മാർ കഷ്ടതയിലൂടെ കടന്നു പോവുകയാണ്. അനേക ദൈവദാസന്മാർ ഭയത്തിലൂടെ കടന്നു പോവുക. അവരെന്തെങ്കിലും പറഞ്ഞാൽ, തെരുവിലിറങ്ങി എന്തെങ്കിലും സുവിശേഷം പറഞ്ഞാൽ അവരാവശ്യമില്ലാതെ ഉപദ്രവിക്കുകയും അവരെ പിടിച്ച് ജയിലിലാക്കുകയും ചെയ്യുന്ന നിയമങ്ങളൊക്കെ ഇന്ത്യയിലുണ്ട്. ഹാലേലുയ. ആ നിയമങ്ങളൊക്കെയും ഹാലേലുയ അവരതിനൊന്നും വിലവയ്ക്കാതെ അവരവരുടെ ജീവിതത്തിൽ കിട്ടുന്ന സമയമെല്ലാം അവർ ദൈവത്തിൻ്റെ വേല ചെയ്യുക. ഹാലേലുയ. അങ്ങനെ അവർ ദൈവത്തിൻ്റെ വേല ചെയ്യുമ്പോൾ മറ്റുള്ളവർ അവരെ പുച്ഛിച്ചേക്കാം. നിനക്ക് എന്നാ പ്രയോജനം? ഹാലേലുയ. നീ അനുഭവിക്കുന്ന കഷ്ടതകൾ കൊണ്ട് നിനക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. നിന്നെ മറ്റുള്ളവർ നിന്ദിക്കുകയല്ലേ, നീ കാരാഗ്രഹത്തിലല്ലേ കിടക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴും അവർ വിശ്വാസത്തോടെ അവർ ദൈവത്തിലുള്ള സ്നേഹത്തെ ഓർത്ത് ഹാലേലുയ അവർ തങ്ങളുടെ വേല കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ അവരും അവരുടെ അപ്പത്തെ വെള്ളത്തിൽ എറിയുക. ഏറെ നാൾ കഴിയുമ്പോൾ അവർക്കത് തിരിച്ചു ലഭിക്കുവാൻ ഇടയായിത്തീരും. ഹാലേലുയ. ഹാലേലുയ. അതുപോലെ സുവിശേഷ വേലയിൽ ആയിരിക്കുന്നതായ, സുവിശേഷ വേല ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായ അവർക്ക് വലിയ വലിയ വചനങ്ങളൊന്നും പ്രസംഗിക്കാനൊന്നും വലിയ ഗ്രാഹ്യമൊന്നും ഇല്ലായിരിക്കും. പക്ഷേ അവരുടെ ആ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, എന്തെങ്കിലും ചെയ്യണം. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും? അവർ ഹാലേലുയ ഓരോ ദിവസവും ട്രാക്റ്റ് കൊടുക്കുവാനായിട്ട് പോകും, തെരുവിലേക്ക് പോകും. ട്രാക്റ്റ് കൊടുക്കുന്നവരുണ്ട്. എവിടെയെങ്കിലും ഒരു സുവിശേഷ പ്രസംഗം ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം നോട്ടീസുകൾ കൊണ്ട് വിതരണം ചെയ്യാൻ നടക്കുന്നവരുണ്ട്. അതുപോലെ ഓരോ ഭവനങ്ങളിൽ പോയി കർത്താവിനെ കുറിച്ച് പറയുന്ന അനേകരുണ്ട്. ഇങ്ങനെയൊക്കെയും അവർ പരസ്യയോഗം നടത്തുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെയും നടക്കുന്നവർ അവർ നടക്കുമ്പോൾ അവർ വളരെയേറെ കഷ്ടതയിലൂടെ കടന്നു പോകുന്നു. അവർ ഇതൊന്നും വേണ്ടായിരുന്നു ചിന്തിക്കുന്ന ഒരു അവസരം അവർക്കുണ്ടാകും. മറ്റുള്ളവർ അവരെ പുച്ഛിക്കുമ്പോൾ എന്നാൽ അവർ വിശ്വാസത്തോടെ, അവർ ത്യാഗത്തോടെ, അവർ സ്നേഹത്തോടെ, അവർ പ്രത്യാശയോടെ തങ്ങളുടെ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അവരും തങ്ങളുടെ അപ്പത്തെ വെള്ളത്തിലെറിയുക. നിശ്ചയമായിട്ടും അവർക്കും അത് തിരിച്ച് ലഭിക്കും. അതാണ് വചനം പറയുന്നത്. നിങ്ങളുടെ അപ്പത്തെ നിങ്ങൾ വെള്ളത്തിൽ മേൽ എറിയുക. ഏറിയ നാൾ കഴിയുമ്പോൾ അത് തിരിച്ചു ലഭിക്കും. ഇതിൻ്റെ ആ റിസൾട്ട് ഇപ്പോഴല്ല വരുന്നത്. ഹാലേലുയ. നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിൻ്റെയും റിസൾട്ട് ഇപ്പോഴല്ല, എന്നാൽ അത് ഏറിയ നാൾ കഴിയുമ്പോൾ അത് ലഭിച്ചേ ഒക്കൂ, അത് ലഭിച്ചിരിക്കും. അങ്ങനെയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ കൺസേണും അങ്ങനെയാണ്. ഹാലേലുയ. ഒരു പട്ടക്കാരനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഹാലേലുയ. വളരെ വർഷങ്ങൾക്ക് മുമ്പ് സൗത്ത് ഇന്ത്യയിൽ, തമിഴ്നാട്ടിലായിരുന്നു തോന്നുന്നു. ഹാലേലുയ. അദ്ദേഹം ഒരു ആട്യബ്രാഹ്മണനായിരുന്നു. ആട്യബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ഒരു മനുഷ്യനായിരുന്നു. ആ കാലത്ത് അദ്ദേഹത്തിൻ്റെ ഭവനത്തിന് സമീപത്ത് കുറേ ക്രിസ്ത്യാനികൾ വന്ന് ഇതുപോലെ ട്രാക്റ്റ് കൊടുക്കുകയും അവർ സുവിശേഷം പ്രസംഗിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇദ്ദേഹം ഒരു ആട്യബ്രാഹ്മണനായതുകൊണ്ട് ഇതിനെ എതിർക്കുവാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഇദ്ദേഹം ഒരു യുവാവായ ഈ മനുഷ്യന് മറ്റുള്ളവരെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ സുവിശേഷ വേലക്കാരെ എതിർക്കുവാൻ തീരുമാനിച്ചു. അതിനായി അദ്ദേഹം തീരുമാനിച്ചത് ഈ സുവിശേഷ വേലക്കാരോട് അവർ പറയുന്ന കാര്യത്തിനെ എതിർക്കണം, വേദങ്ങൾ വെച്ച് എതിർക്കണം. അവരുടെ വേദങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചവനായിരുന്നു ഈ ചെറുപ്പക്കാരൻ, യൗവനക്കാരന്. അപ്പോൾ അവർ വിതരണം ചെയ്ത ട്രാക്റ്റുകൾ പലതും ഈ മനുഷ്യൻ വളരെ ശ്രദ്ധയോടെ വായിച്ച് പഠിച്ചിട്ട് ആ ട്രാക്റ്റിൽ ഓരോ കാര്യങ്ങളെയും എതിർത്ത് സംസാരിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ ഈ ട്രാക്റ്റ് വളരെ ശ്രദ്ധയോടെ ഈ മനുഷ്യൻ വായിക്കുവാനിടയായി തീർന്നു. അദ്ദേഹം അതിനായിട്ട് ഒരു ബൈബിളും വാങ്ങി. ഈ ട്രാക്റ്റ് മേടിച്ച് അതിൻ്റെ റെഫറൻസ് എല്ലാം പഠിച്ച് ഓരോന്നും പഠിച്ച് അദ്ദേഹം പഠിച്ചിട്ടുള്ള വേദങ്ങളും വെച്ചുകൊണ്ട് അതിനെ കമ്പയർ ചെയ്ത് വേദമാണ് നല്ലത് എന്ന് തെളിയിക്കുവാൻ വേണ്ടി അദ്ദേഹം വളരെയധികം അധ്വാനിച്ചു. ഹാലേലുയ. ഒടുവിൽ എന്ത് സംഭവിച്ചു? ഈ ട്രാക്റ്റ് വായിച്ച് അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായി തീരുവാൻ ഇടയായി തീർന്നു. ഹാലേലുയ. അദ്ദേഹം മാനസാന്തരപ്പെട്ടു. അദ്ദേഹം യേശുവിനെ ദർശനത്തിൽ കാണുവാനിടയായി തീർന്നു. ആ നിമിഷം മുതൽ അദ്ദേഹത്തിന് തൻ്റെ ഭവനത്തിലുള്ള പൂജാമുറിയോടും ആ ഭവനത്തിലായിരിക്കുന്ന വേദങ്ങളോടും ഒക്കെ അദ്ദേഹത്തിന് എതിർപ്പുണ്ടായി. അങ്ങനെ അദ്ദേഹത്തെ ഭവനത്തിൽ നിന്ന് ഇറക്കി വിട്ടു. അദ്ദേഹം വളരെ കഷ്ടതയിലൂടെ കടന്നുപോയി. ഭക്ഷണത്തിന് പ്രയാസപ്പെടുന്നു, വസ്ത്രത്തിന് കിടക്കുവാനൊക്കെയും പ്രയാസപ്പെടുന്നു. അങ്ങനെ ഏറെ കഷ്ടതയിലൂടെ കടന്നു പോയിട്ടും അദ്ദേഹത്തെ ഭവനത്തിൽ നിന്ന്
പിണ്ടം വെച്ച് ഇറക്കി വിടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ ചാണകവെള്ളം തളിച്ച് ഇറക്കി വിട്ട് ഇനി ഒരിക്കലും ഭവനത്തിൽ ഒരു അധികാരം അവകാശമില്ലാത്ത രീതിയിൽ അദ്ദേഹത്തെ ഭവനത്തിൽ നിന്ന് ചവിട്ടിപ്പുറത്താക്കി. ഹല്ലേലൂയ. ഇനി ആ ഭവനത്തിലേക്ക് കയറുവാൻ സാധ്യമല്ല. അവരങ്ങനെയാണ്, ആ മനുഷ്യർ അങ്ങനെയാണ്. ഒരു വീട്ടിൽ നിന്ന്, അവരുടെ വീട്ടിൽ നിന്ന് അവർ ഇറക്കി വിട്ടാൽ പിന്നെ ഒരു മകനെ എന്തോ ആയിക്കോട്ടെ അവർ സ്വീകരിക്കില്ല. അവർ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഒരു കത്തിയ കൊള്ളി പോലെ, നശിച്ച കൊള്ളി പോലെ അവരെ തള്ളിക്കളഞ്ഞ് അവർ സ്വീകരിക്കില്ല. അവരുടെ ഹൃദയത്തെ അവർ അതുപോലെ ആക്കിയിരിക്കുന്നു. ഈ മനുഷ്യന്, ഈ ചെറുപ്പക്കാരൻ കഷ്ടപ്പെട്ട് നടക്കുന്നു എന്ന് ഈ സുവിശേഷം വിതരണം ചെയ്ത ക്രിസ്ത്യാനികൾ അറിഞ്ഞപ്പോൾ അവർ ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി തമിഴ്നാട്ടിലുള്ള ഒരു സെമിനാരിയിൽ കൊണ്ടാക്കി. അങ്ങനെ ആ സെമിനാരിയിൽ അദ്ദേഹം പഠിച്ച്, ദൈവവചനമൊക്കെ പഠിച്ച് അദ്ദേഹം ഒരു പട്ടക്കാരനായി തീരുവാൻ ഈയിടെയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ പട്ടക്കാരനായി തീർന്ന് വെറുതെ ഒരു പള്ളിയിൽ മാത്രം ചടഞ്ഞിരിക്കുവാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. അദ്ദേഹം ദേശത്തിൽ എല്ലാ സ്ഥലത്തും പോയി ദൈവത്തിന്, യേശുവിനെ ഉയർത്തുവാൻ, യേശുവിൻ്റെ സുവിശേഷം അറിയിക്കുവാൻ ഈയിടെയായി തീർന്നു. അതിൻ്റെ ഫലമായി ചില ബ്രാഹ്മണർ ഇദ്ദേഹത്തോട് കൂടെ ചേരുവാനും യേശുവിനെ സ്വീകരിക്കുവാനും ഈയിടെയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ അദ്ദേഹം സഹിച്ച എത്ര വലിയ ത്യാഗം അദ്ദേഹം സഹിച്ചു. തൻ്റെ കുടുംബത്തിൽ നിന്ന്, നല്ല സമൃദ്ധമായൊരു കുടുംബത്തിൽ നിന്ന് ഇറങ്ങി പട്ടിണി കിടന്ന് ധർമ്മക്കാരെ പോലെ ആയി സെമിനാരി പഠിച്ച്, അപ്പോഴും വയറ് നിറച്ചൊന്നും ഭക്ഷണമൊന്നുമില്ല, സെമിനാരിയിലെ ഭക്ഷണമൊക്കെ അല്ലയോ, അതെല്ലാം കഴിച്ച് അദ്ദേഹം ഇപ്പോഴും ത്യാഗത്തിലൂടെ കടന്നുപോയി. ആ സുവിശേഷം റോഡുകളിലെല്ലാം പോയി, തെരുവിലെല്ലാം പോയി സുവിശേഷം പറഞ്ഞ് അനേകരെ യേശുവിലേക്ക് കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഹല്ലേലൂയ. ഇപ്പോൾ അദ്ദേഹം ഈ സുവിശേഷത്തിലേക്ക് വരുവാനുള്ള കാരണമാരാണ്? ആദ്യം അവിടെ ട്രാക്ട് കൊടുത്ത ആ ക്രിസ്ത്യാനികളാണ്. ആ ക്രിസ്ത്യാനികളും ഒരുപാട് ത്യാഗത്തിലൂടെ, കഷ്ടതയിലൂടെ, കല്ലേറിലൂടെ ഒക്കെ കടന്നു പോയവരാണ്. എങ്കിലും അവരിപ്പോൾ സന്തോഷിക്കുകയാണ്. അന്ന് ഞങ്ങൾ വിതച്ച ആ വെള്ളം അപ്പത്തിലേക്ക് എറിഞ്ഞത് ഇന്ന് ഞങ്ങൾക്കത് തിരിച്ചു ലഭിച്ചിരിക്കുന്നു. ഒരു ബ്രാഹ്മണനെ നേടുവാനിടയായിത്തീർന്നു. ആ ബ്രാഹ്മണൻ മുഖാന്തരം അനേക ബ്രാഹ്മണരെ യേശുവിലേക്ക് നേടുവാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. നിന്റെ അപ്പത്തെ നീ വെള്ളത്തിൽ എറിയുക, ഏറിയ നാൾ കഴിയുമ്പോൾ നിനക്കത് തിരിച്ചു ലഭിക്കും. അതിനൊരു മാറ്റവുമില്ല. ഇന്നും സുവിശേഷം വിതയ്ക്കുന്നവർക്ക് അത് കൊയ്തെടുക്കുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുപോലെ മാതൃപുത്ര ബന്ധത്തിലും നമുക്ക് ഈ ദൃഷ്ടാന്തത്തെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഹല്ലേലൂയ. ആ മാതൃപുത്ര ബന്ധത്തിലും ഇതേ ദൃഷ്ടാന്തം നമുക്ക് കാണുവാൻ കഴിയും. മനുഷ്യൻ്റെ ജീവിതത്തിൽ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞ, മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈ ഒരു ഉപമ, ഹല്ലേലൂയ, ഈ ഒരു ദൃഷ്ടാന്തം പ്രതിഫലിച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. മാതൃപുത്ര ബന്ധത്തിൽ, ഹല്ലേലൂയ, മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിൽ ഈ സാദൃശ്യം നമുക്ക് എങ്ങനെ കാണുവാൻ കഴിയുമെന്ന് നോക്കാം. ഹല്ലേലൂയ. ഒരു പെൺകുട്ടി, അവൾ പഠിക്കുന്ന കാലത്ത് ഭയങ്കര അഹങ്കാരിയും ധിക്കാരിയും ഒക്കെ ആയിരുന്നു. പക്ഷേ അവൾ വിവാഹം കഴിച്ചു. അവൾക്ക് കുഞ്ഞുങ്ങളുണ്ടായപ്പോൾ അവളുടെ സ്വഭാവമെല്ലാം മാറി. ഈ കുഞ്ഞുങ്ങളെ അവൾ വളർത്തുവാൻ തുടങ്ങി. സ്നേഹത്തോടെ, വാത്സല്യത്തോടെ അവർക്ക് ആവശ്യമായ ഭക്ഷണമെല്ലാം കൊടുത്ത് അവരെ സ്കൂളിൽ വിട്ടു, അവരെ പഠിപ്പിക്കുന്നു. ഇതിനായിട്ട് അവൾ ഏറെ കഷ്ടതകൾ അനുഭവിക്കുന്നു. അതിനുള്ള സാമ്പത്തിക കാര്യങ്ങൾക്കൊന്നും അതിനൊക്കെ അവൾ വളരെയധികം ബുദ്ധിമുട്ട്. എന്നാൽ ഇതിനൊന്നും അവൾ ആരോട് ചോദിക്കാതെ എല്ലാം സ്വയം സഹിച്ചുകൊണ്ട് ഇതെല്ലാം ചെയ്ത് കുഞ്ഞുങ്ങളെ വളർത്തി. കുഞ്ഞുങ്ങൾ വളരും തോറും അവർ ചീത്ത സ്വഭാവത്തിൽ വളരുന്നല്ലാതെ ആരും നല്ല സ്വഭാവത്തിൽ വളരുന്നില്ല. പക്ഷെ അവൾ വീണ്ടും പ്രാർത്ഥനയോടെ, ഹല്ലേലൂയ, കുഞ്ഞുങ്ങളെ ദൈവവചനം പഠിപ്പിക്കുവാൻ തുടങ്ങി. അങ്ങനെ ദൈവവചനം പഠിച്ച കുഞ്ഞുങ്ങൾ അവർ വീണ്ടും ഏറെ നാളുകൾക്ക് ശേഷം, ഹല്ലേലൂയ, അവർ ഏറ്റവും നല്ല രീതിയിൽ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് ഏറ്റവും നല്ല ജോലികൾ ലഭിക്കുവാനും ഇടയായി തീർന്നപ്പോൾ ആ മാതാവ് എത്രമാത്രം സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. ആ മാതാവ് ആക്ച്വലി തളർന്നു പോയിരുന്നുവെങ്കിൽ, ഈ പിള്ളേർ ചിത്ത സ്വഭാവത്തിൽ വളർന്ന സമയത്ത് തളർന്നു പോയിരുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ആ കർത്താവിലുള്ള വിശ്വാസത്തെ വിട്ടുകളഞ്ഞു പോയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ സന്തോഷം അനുഭവിക്കാൻ കഴിയുമായിരുന്നില്ല. നിന്റെ അപ്പത്തെ, ഈ സഹോദരിക്കും അറിയാമായിരുന്നു, നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറെ നാൾ കഴിഞ്ഞ് അത് തിരിച്ച് ലഭിക്കുമെന്ന്. അപ്പോൾ അവിടെ ലഭിക്കാതിരുന്നില്ല. അത് സന്തോഷത്തോടെ, അത് വിശ്വാസത്തോടെ, അത് പ്രത്യാശയോടെ, അത് പ്രാർത്ഥനയോടെ നീ വെള്ളത്തിൽ എറിയുമെങ്കിൽ നിനക്കത് തിരിച്ച് ലഭിക്കും. ഏത് പ്രശ്നമായിക്കോട്ടെ അത് നിനക്ക് തിരിച്ച് ലഭിക്കുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ, ഹല്ലേലൂയ, ഈ ജീവൻ്റെ അപ്പമായ യേശു ക്രിസ്തുവിനെ ആ വെള്ളത്തിലേക്ക് എറിയുകയല്ലേ ചെയ്തത്. ഹല്ലേലൂയ. ഏറെ നാൾ കഴിയുമ്പോൾ അവനെ കാൽവരി ക്രൂശിൽ, ഹല്ലേലൂയ,
അവനെ ആണികൾ അടിച്ച് അവനെ കൊല്ലുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അവൻ്റെ കാലുകളിലെല്ലാം ആണിയടിച്ച് അവൻ വേദനയോടെ പിടഞ്ഞു മരിച്ചു. അവൻ്റെ സ്വന്തക്കാരും അവനെ സ്വീകരിച്ചില്ല. അവൻ ഹല്ലേലൂയ ഒരു പരാജയമെന്ന് അവർ കരുതി. പക്ഷേ ഹല്ലേലൂയ അവൻ ജീവനുള്ള അപ്പമായി അവൻ യേശുക്രിസ്തു പറഞ്ഞതുപോലെ ഗോതമ്പ് മണി നിലത്ത് വീണ് ചീഞ്ഞിട്ടല്ലാതെ അനേക മണികളുള്ള കതിരുകൾ ആയത് രൂപാന്തരപ്പെടാൻ കഴിയില്ല. അങ്ങനെ യേശുക്രിസ്തു എന്ന ജീവന്റെ അപ്പത്തെ അത് വെള്ളത്തിൽ എറിഞ്ഞപ്പോൾ ഹല്ലേലൂയ അതേറെ നാൾ കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ അത് തിരിച്ച് പിതാവായ ദൈവത്തിന് ലഭിച്ചതുപോലെ ഇന്ന് ഹല്ലേലൂയ ക്രിസ്തു മുഖാന്തരം ഹല്ലേലൂയ എത്രയോ പേര് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു. അപ്പോൾ യേശു ക്രിസ്തു അന്ന് അനുഭവിച്ച കഷ്ടതകളെ അന്നതിന് വേദന ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് അനേകർ ദൈവത്തെ സ്വീകരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ യേശു ക്രിസ്തുവിനും തൻ്റെ പിതാവായ ദൈവത്തിനും എത്രയോ സന്തോഷം മനസ്സിലുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അപ്പത്തെ ഏത് തരത്തിലുള്ള രീതി ജീവിതത്തിൻ്റെ കാര്യങ്ങളാണെങ്കിലും നിന്റെ അപ്പത്തെ നീ വെള്ളത്തിൽ എറിയുമ്പോൾ നിനക്കത് തിരിച്ചു ലഭിക്കുവാൻ ഈയിടെയായി തീരും. ഹല്ലേലൂയ. എന്നാൽ യഹൂദന്മാര് ഹല്ലേലൂയ അവരുടെ അപ്പത്തെ അവർ വെള്ളത്തിൽ എറിയുകയില്ല. തനിക്ക് ലഭിച്ചിരിക്കുന്ന ആ അപ്പമെല്ലാം കൂട്ടിവെക്കാനാണ് നോക്കുന്നത്. അതുകൊണ്ട് ഹല്ലേലൂയ അവർക്ക് അത് തിരിച്ചു ലഭിക്കുവാൻ ഇടയായി തീർന്നില്ല. എന്നാൽ അപ്പോസ്തലന്മാരൊക്കെയും അവർക്ക് ലഭിച്ചത് വെള്ളത്തിൽ എറിഞ്ഞതുകൊണ്ട് അവർക്ക് പിന്നീട് തിരിച്ചു ലഭിക്കുവാൻ ഇടയായി തീർന്നു. പിന്നെ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 34-35 ഒന്ന് വായിക്കാമല്ലോ. ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ചെയ്ത് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും എന്നെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. ആരെങ്കിലും എന്റെയും സുവിശേഷത്തിന്റെ നിമിത്തം തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും. ഹല്ലേലൂയ. അത് നമുക്ക് ഈ വചനത്തിന്റെ ദൃഷ്ടാന്തത്തിൽ തന്നെ ചിന്തിക്കാം. ഹല്ലേലൂയ. ആരെങ്കിലും തൻ്റെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ ജീവനെ മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ ജീവനെ കളഞ്ഞാൽ അത് വീണ്ടെടുക്കും, അത് ലഭിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. ഒരിക്കൽ സാധു സുന്ദർ സിംഗിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലെ അദ്ദേഹം വലിയ തണുപ്പ് സമയത്ത് മഞ്ഞ് വീഴ്ച സമയത്ത് ഹിമാലയത്തിലൂടെ നടന്നു പോകുമ്പോൾ ഹല്ലേലൂയ ഒരു മനുഷ്യൻ അവിടെ വീണ് കിടക്കുന്നത് കണ്ടു. ആ മനുഷ്യനെ മറ്റുള്ളവരാരും സഹായിക്കാതെ അവരെല്ലാം ഈ മഞ്ഞ് വീഴ്ച ഇനി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിന് മുമ്പ് ഈ മലയുടെ അപ്പുറം എത്തണമല്ലോ, അതിനുവേണ്ടി അവരെല്ലാം വളരെ വേഗത്തിൽ നടന്നു പോകുന്നത് കണ്ടു. ഈ മനുഷ്യനെ സഹായിക്കാൻ ആരും ഉണ്ടായില്ല. അതിന് പുറകെ വന്ന സാധു സുന്ദർ സിംഗ് ഈ മനുഷ്യനെ ഏതായാലും താൻ തോളത്ത് എടുത്ത് പതുക്കെ നടന്നു പോകുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അദ്ദേഹം നടന്നു പോകുന്ന വഴിയിൽ ഈ ഓടിപ്പോയവരൊക്കെയും ആ മഞ്ഞിൽ വീണ് കിടക്കുന്നത് കാണുവാനിടയായി തീർന്നു. അവർ ഓടിപ്പോയെങ്കിലും അവർ ആ മഞ്ഞിൽ വീണ് മരിച്ചു പോകുവാനിടയായി തീർന്നു. അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അദ്ദേഹം തൻ്റെ തോളത്ത് കിടക്കുന്ന മനുഷ്യനെയും കൊണ്ട് മുന്നിലേക്ക് നടന്നു. അദ്ദേഹം ആ സ്ഥലത്ത് ചെന്ന് ചേരുവാനിടയായി തീർന്നു. അദ്ദേഹം ആ മനുഷ്യനെ തോളിലെടുത്തതുകൊണ്ട് തൻ്റെ ശരീരത്തിലെ ചൂട് ആ മനുഷ്യൻ്റെ ശരീരത്തിലെ ചൂട് തനിക്കും ലഭിച്ചതുകൊണ്ട് അദ്ദേഹം മഞ്ഞുകട്ട പിടിച്ച് പോകുവാനിടയായി തീർന്നില്ല. അദ്ദേഹം തൻ്റെ ജീവനെ കളയാൻ തീരുമാനിച്ചതുകൊണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി കളയാൻ തീരുമാനിച്ചുകൊണ്ട് അദ്ദേഹം അതിനെ നേടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. നിന്റെ അപ്പത്തെ നീ വെള്ളത്തിന്മേൽ എറിയുക. ഹല്ലേലൂയ. അത് ഏറെ നാൾ കഴിയുമ്പോൾ പ്രതീക്ഷയോടെ എറിയണം. നിന്റെ അപ്പത്തെ നീ വെള്ളത്തിൽ വിശ്വാസത്തോടെ എറിയണം. നിന്റെ അപ്പത്തെ നീ ഹല്ലേലൂയ വെള്ളത്തിൽ പ്രാർത്ഥനയോടെ എറിയണം. ഹല്ലേലൂയ. എറിഞ്ഞാൽ നിനക്ക് തിരിച്ചു ലഭിക്കുവാൻ ഇടയായിത്തീരും. സംശയം കൂടാതെ എറിയുമ്പോൾ നിനക്ക് തിരിച്ചു ലഭിക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ദൈവത്തിൽ വിശ്വസിച്ച് ഹല്ലേലൂയ നാം ഈ വചനത്തെ മുൻനിർത്തിക്കൊണ്ട് നാം ചെയ്യുന്ന ഓരോ പ്രവർത്തികൾ ദീർഘക്ഷമയോടെ ഹല്ലേലൂയ നാം ചെയ്യുന്ന നമ്മുടെ പരിശ്രമങ്ങൾ, നമ്മുടെ പ്രവൃത്തികൾ, നാം കണ്ണുനീരോടെ നാം വിതയ്ക്കുന്നതൊക്കെയും നാം നടത്തിയ പ്രാർത്ഥന, ത്യാഗപൂർവം നാം ചെയ്യുന്ന ഉദാരദാനങ്ങൾ പോലും ഇതൊന്നും ഒരു നാളും വൃഥാവിലായി പോവുകയില്ല. ഇതെല്ലാം നമുക്ക് തിരിച്ചു ലഭിക്കുവാനിടയായിത്തീരും. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവത്തിലുള്ള പ്രത്യാശയോടെ എറിയുന്നുവെങ്കിൽ നീ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിൻ്റെയും ഫലം നിനക്ക് തന്നെ തിരിച്ചു ലഭിക്കുവാനിടയായിത്തീരും. നിന്റെ ഉദാരമായ ദാനങ്ങൾ, നിസ്സാരമായ ദാനങ്ങളായിരിക്കും നീ ചെയ്യുന്നത്. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥന നിസ്സാരമെന്ന് നിനക്ക് തോന്നിയേക്കാം. ഹല്ലേലൂയ.
നിന്റെ സുവിശേഷം നിസ്സാരമെന്ന് നിനക്ക് തോന്നിയേക്കാം. ആരും നിന്നെ പുകഴ്ത്തി പറയുന്നില്ലായിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഓരോ വാക്യങ്ങളും അതൊന്നും വലിയ വിലയൊന്നും ആരും തരുന്നില്ലായിരിക്കാം. ഹല്ലേലൂയ. എന്നാൽ ഏറിയ നാൾ കഴിയുമ്പോൾ നിനക്കത് തിരിച്ചു ലഭിക്കാൻ പോവുകയാണ്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിക്കാൻ പോവുക. ആഴ്ചയിൽ 7 ദിവസം വെച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ ഒന്നും നടക്കുന്നില്ല എന്നുള്ള നിരാശ വേണ്ട. ഹല്ലേലൂയ. അത് പ്രത്യാശയോടെ തുടരുമ്പോൾ നിനക്ക് തിരിച്ചു ലഭിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇന്ന് നാം പ്രാർത്ഥിച്ചെന്ന് ആ കുഞ്ഞാച്ചാൻ പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ ആലയത്തിൻ്റെ കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്നു. ഹല്ലേലൂയ. നാം പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു. അത് നിറയാതിരിക്കുന്ന ഒരു ദിവസം വരുമോ? അത് നിറയുന്ന ഒരു ദിവസം വരും. ഹല്ലേലൂയ. നാം പ്രത്യാശയോടെ വിശ്വാസത്തോടെ ധൈര്യത്തോടെ ദൈവത്തിലുള്ള അധികമായ വിശ്വാസത്തോടെ നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്കത് ലഭിക്കുവാൻ ഇടയായിത്തീരും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ആമേൻ.